ഏറ്റവും വലിയ പ്രതിഫലം. ആ പ്രതിഫലമാണ് ഈ ചൂട്. വല്ലാതെ ചൂടിന്റെ കാരണം സൂര്യനല്ലേ. ആ സൂര്യൻ എങ്ങനെ തലയുടെ മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോ ആ സൂര്യനെ ഗതി മാറ്റാൻ കഴിയുള്ള പ്രായമാണ് യൗവനം. ആ യൗവനത്തെ പാഴാക്കരുത്. ഇല്ല, തിരിച്ചിനി കിട്ടില്ല ഒരിക്കലും. മുല്ലതനു പൂ പോൽ ചിരിക്കും ഈ യൗവനം. ചുറ്റും കരുത്തുറ്റൊരേതു വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. മുല്ലപ്പൂ പോലെ പുഞ്ചിരിക്കുന്ന ഈ യൗവനം തിരിച്ചു വരൂല. താടി നരച്ചവർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് ആ താടി നരക്കാത്ത യൗവനത്തിലേക്ക്. കാളയുടെ കടിഞ്ഞാണല്ലേ, കുതിരക്കല്ലേ, കാളയുടെ മൂക്ക് കയറി പിടിച്ചിട്ട് കാളയേക്കാൾ വേഗത്തിൽ വയലിലൂടെ പാഞ്ഞ യൗവനം. ചോദിച്ചോ, കാളയുടെ മൂക്കേറുമ പിടിച്ചിട്ട് കാളപൂട്ട് കണ്ടത്തിലൂടെ കാളയേക്കാൾ വേഗതയിൽ പാഞ്ഞ ഒരു യൗവനമുണ്ട്. ചുറ്റും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. മുമ്പിൽ കാണുന്ന എല്ലാത്തിനെയും തട്ടിത്തകർത്ത് തരിപ്പണമാക്കി ആര് പറഞ്ഞാലും കേൾക്കാതെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായുന്ന യൗവനം. ആ യൗവനം ഇല്ല, തിരിച്ചിനി കിട്ടില്ലൊരിക്കലും. മുല്ലതൻ പോൽ ചിരിക്കും ഈ യൗവനം. ഈ യൗവനം ഇനി തിരിച്ചു കിട്ടില്ല. ആ യൗവനം അല്ലാഹു തന്നത് അന്യതൻ ശുദ്ര പതാകകൾ ഏന്തുവാനല്ലല്ല നിങ്ങൾക്ക് നീണ്ടൊരീ കയ്യുകൾ. അന്യതൻ ചിന്തകൾ ഏറ്റുപറയുവാനല്ലല്ല നിങ്ങൾ കനർക്ക തേജസ്സുകൾ എന്ന് കവി പറയുന്നുണ്ട്. അന്യതൻ ചിന്തകൾ ഏറ്റുപറയുവാൻ അല്ലല്ല നിങ്ങൾ കനർക്ക തേജസ്സുകൾ. ആരെങ്കിലും കുത്തിവെക്കുന്നവരൊക്കെ മനസ്സിൽ പേറിയിട്ട് അവരുടെ ചാവേറുകളായി മാറിപ്പോയി എവിടെയെങ്കിലും പോയി പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങിയിട്ട് നാട്ടിലെ